ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു UK Edu Plus ചാനൽ. നമ്മളിന്ന് 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 7ാമത്തെ ചാപ്റ്ററാണെന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചാപ്റ്ററിൻ്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ദ ഗ്ലിംപ്സസ് ഓഫ് ഫ്രീ ഇന്ത്യ. 7ാമത്തെ ചാപ്റ്ററാണ്, പ്രധാനപ്പെട്ടൊരു ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ നിന്ന് എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെടാം. ആദ്യം നമുക്ക് 2 മാർക്കിന് ചോദിക്കാവുന്ന ചില ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് മീൻ ബൈ ഗ്രീൻ റെവല്യൂഷൻ ആൻഡ് വൈറ്റ് റെവല്യൂഷൻ? ഗ്രീൻ റെവല്യൂഷനും വൈറ്റ് റെവല്യൂഷനും എന്താണ് അർത്ഥമാക്കുന്നത്? ഹരിത വിപ്ലവം അറിയുന്നുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ വാട്ട് ഈസ് മീൻ ബൈ ഗ്രീൻ റെവല്യൂഷൻ ആൻഡ് വൈറ്റ് റെവല്യൂഷൻ? സെക്കൻഡ് ക്വസ്റ്റ്യൻ, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഓഫ് 1986 എയിംഡ് അറ്റ്. 1986 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തായിരുന്നു? ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മീൻ ബൈ നോൺ അലൈൻഡ് മൂവ്മെൻറ്റ്? എന്താണ് നോൺ അലൈൻഡ് മൂവ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നാലാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വെർ ദി റീജിയൻസ് സിവിയർലി അഫക്റ്റഡ് ബൈ ദി പാർട്ടീഷൻ ഓഫ് ഇന്ത്യ? പാർട്ടീഷൻ ഓഫ് ഇന്ത്യ, അതിനുശേഷം ഇന്ത്യയിലെ ഏതെല്ലാം ഭാഗങ്ങളെയാണ് കൂടുതലായിട്ട് അത് അഫക്റ്റ് ചെയ്തത്? പാർട്ടീഷൻ ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ഏതെല്ലാം പ്രദേശങ്ങളെയാണ് കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്തത്? ഈ 4 ചോദ്യംസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, 2 മാർക്കിൻ്റെ. അടുത്തതായി നമുക്ക് 3 മാർക്കിന് ചോദിക്കാവുന്ന ഒരു 3 ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, സ്പെസിഫൈ ദി അച്ചീവ്മെൻറ്റ് ഓഫ് ഇന്ത്യ ഇൻ സ്പേസ് റിസർച്ച്. സ്പേസ് റിസർച്ച്, അതിൽ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട നേട്ടങ്ങളെക്കുറിച്ചാണ് ചോദിച്ചത്. മൂന്നാമത്തെ, അതായത് 3 മാർക്കിന് ചോദിക്കാവുന്ന 3 ക്വസ്റ്റ്യൻസ്. അതിൽ ഫസ്റ്റ് വൺ, സ്പെസിഫൈ ദി അച്ചീവ്മെൻറ്റ്സ് ഓഫ് ഇന്ത്യ ഇൻ സ്പേസ് റിസർച്ച്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് വെർ ദി ചലഞ്ചസ് ഫേസ്ഡ് ബൈ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ? ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ ഫേസ് ചെയ്ത പ്രധാനപ്പെട്ട വെല്ലുവിളികൾ, സ്വതന്ത്ര ഇന്ത്യ നേരിടേണ്ടി വന്ന പ്രധാനപ്പെട്ട ചലഞ്ചസ്, വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു? അടുത്ത 3ാമത്തെ ക്വസ്റ്റ്യൻ, 3 മാർക്കിൻ്റെ, ലിസ്റ്റ് ഡൗൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ദി എഡ്യൂക്കേഷൻ കമ്മീഷൻ ഇൻ ഇന്ത്യ. എഡ്യൂക്കേഷൻ കമ്മീഷൻ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ്. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക്, അതായത് 3 മാർക്കിന് ചോദിക്കാവുന്ന ചോദ്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. ഇതിലേതെങ്കിലും ഒരെണ്ണമൊക്കെ എക്സാമിന് ചോദിക്കാം. ഓക്കെ, ഇനി നമുക്ക് 4 മാർക്കിന് ചോദിക്കാവുന്ന ഒരു 3 ക്വസ്റ്റ്യൻസ് അതൊന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 4 മാർക്കിൻ്റെ, അറേഞ്ച് ദ ഫോളോയിങ് ക്രോണോളജിക്കലി. താഴെ കൊടുത്തിട്ടുള്ളവ ക്രോണോളജിക്കലി, കാലക്രമമനുസരിച്ച് സെറ്റ് ചെയ്യാനാണ് അല്ലേ. ആദ്യം ഫസ്റ്റ് വൺ, മർഡർ ഓഫ് ഗാന്ധി. ദെൻ സെക്കൻഡ്, ഫോർമേഷൻ ഓഫ് ബംഗ്ലാദേശ്. തേർഡ്, പാർട്ടീഷൻ ഓഫ് ഇന്ത്യ. ദെൻ ഫോർത്ത്, പാർട്ടീഷൻ ഓഫ് ബംഗാൾ. ഈ 4 താഴെ കൊടുത്തിട്ടുള്ള ഈ 4 പോയിൻറ്റ്സ് നിങ്ങൾ കാലക്രമമനുസരിച്ച് സെറ്റ് ചെയ്യുക. ആദ്യം നടന്ന സംഭവം, അത് അനുസരിച്ച് ഓർഡറിൽ ക്രമപ്പെടുത്താം. 4 മാർക്കിൻ്റെയാണ്, ഓരോന്നിനും 1 മാർക്ക് വീതം. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സ്പെസിഫൈ ഗ്രീൻ റെവല്യൂഷൻ, വൈറ്റ് റെവല്യൂഷൻ ആൻഡ് ബ്ലൂ റെവല്യൂഷൻ. ഇവിടെ 3 റെവല്യൂഷനെ കുറിച്ചാണ് മെൻഷൻ ചെയ്യേണ്ടത്. ഗ്രീൻ റെവല്യൂഷൻ, വൈറ്റ് റെവല്യൂഷൻ ആൻഡ് ബ്ലൂ റെവല്യൂഷൻ. ദെൻ 3ാമത്തെ ചോദ്യം, ലാൻഡ് റിഫോംസ് ഇൻ കേരള ക്രിയേറ്റഡ് ലോട്ട് ഓഫ് ഇഷ്യൂസ്, സബ്സ്റ്റാൻഷിയേറ്റ്. നമുക്കറിയാം കേരളത്തിലെ ലാൻഡ് റിഫോംസ് അല്ലേ, ഭൂപരിഷ്കരണം ഒരുപാട് സംഭവ വികാസങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്യാനാണ്. ഓക്കെ, ഇനി നമുക്ക് 5 മാർക്കിൻ്റെ ചോദ്യങ്ങളിലേക്ക് പോകാം. പ്രധാനമായിട്ടും 4 ക്വസ്റ്റ്യൻസാണ് ഇവിടെ പറയുന്നത്. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ആർ ദി ചലഞ്ചസ് ഫേസ്ഡ് ബൈ ദി ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ? ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ ഫേസ് ചെയ്ത പ്രധാനപ്പെട്ട വെല്ലുവിളികൾ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് വെർ ദി ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഇന്ത്യൻ ഫോറിൻ പോളിസി? ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ പ്രധാനപ്പെട്ട തത്വങ്ങൾ, പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്നാണ്.
Then third question, what were the factors that helped the spread of education in Kerala? കേരളത്തിലെ എഡ്യൂക്കേഷൻ അതിനെക്കുറിച്ചാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. കേരളത്തിലെ എഡ്യൂക്കേഷൻ, അതിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ സ്വഭാവ സവിശേഷതകളൊക്കെയാണ് ഇവിടെ പറയേണ്ടത്. ദെൻ നാലാമത്തെ ചോദ്യം, സ്പെസിഫൈ ദി അച്ചീവ്മെൻറ്റ്സ് ഓഫ് കേരള ഇൻ ദി എഡ്യൂക്കേഷൻ സെക്ടർ. വിദ്യാഭ്യാസ രംഗത്ത് കേരളം കൈവരിച്ച പ്രധാനപ്പെട്ട നേട്ടങ്ങൾ. ഈ 4 ക്വസ്റ്റ്യൻസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എസ്സേ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഞാൻ ഓരോ ചാപ്റ്ററിലെയും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2 മാർക്കിൻ്റെ, 3 മാർക്കിൻ്റെ, 4 മാർക്കിൻ്റെ, 5 മാർക്കിൻ്റെ. അപ്പം നിങ്ങളൊക്കെ ഇത് വൃത്തിയായിട്ട് ഈ ക്വസ്റ്റ്യൻസൊക്കെ പ്രിപ്പയർ ചെയ്യുക, പഠിക്കുക. ഇനി അധികം സമയമില്ല എക്സാമിലേക്ക്. അപ്പോൾ എല്ലാവരും ചാനലൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക, തരുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് പഠിക്കുക. ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.